അതേ കുറച്ച് പയർ എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് തോരനോ മെഴുക്കുവരട്ടിയൊക്കെ വെക്കാനായിട്ട് പയറെടുക്കാനായിട്ട് പോവുകയാണ്. പയറിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ എടുക്കുന്നില്ല എന്ന് മാത്രം. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ വന്നപ്പോൾ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങ് ഫ്രണ്ടിലും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാവലിൻ്റെ ആ പന്തലിട്ടിരിക്കുന്ന അതിൽ കൂടി തന്നെ ഇതും കൂടി പയറും കൂടെ കയറ്റി വിടുന്നുണ്ട്. കാരണം ഇവിടെ ഒരു 3-4 ചുവട് ഞാൻ ഈ ഒരു സൈഡ് മാത്രമാണ് വെച്ചിരിക്കുന്നത്, മെഷീൻ്റെ ഈ ഒരു സൈഡിൽ മാത്രമായിരുന്നു. അപ്പോൾ അത് ഈ നെറ്റിൻ്റെ ഉള്ളിലേക്ക് കൊള്ളാതെ വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കൂടി പടർത്തി വിടുവാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്തപ്പോൾ നമ്മൾ ഈ സൈഡിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ ഞാൻ പയർ നട്ടതൊന്നും കിളിച്ച് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അത് കാരണം ഇപ്പോൾ ആ സൈഡിലില്ല, ഈ ഒരൊറ്റ സൈഡിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇവിടെ ഇതുപോലെ ഉറുമ്പ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സപ്പോട്ട മരം ഇവിടെ നിൽപ്പുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതിനകത്തേക്ക് ഉറുമ്പ് വരുന്നത് കേട്ടോ. പക്ഷേ ഈ ഉറുമ്പ് ഞാൻ കളയാറില്ല കേട്ടോ. എനിക്ക് ഇത് ഒത്തിരി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇതെടുക്കാതിരുന്നാൽ ഇതിൻ്റെ ഉള്ളിൽ പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറില്ല കേട്ടോ. ഇതുള്ള സമയത്ത് എനിക്ക് ഇത്രയും നാൾ കൃഷി ചെയ്ത, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൃഷി ചെയ്തപ്പോഴും ഈ ഒരു ഉറുമ്പിനെ ഞാനിവിടെ കളഞ്ഞിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വലിയ കീടങ്ങളൊന്നും പയറിനെ ബാധിക്കാറില്ല കേട്ടോ ഇതുള്ളപ്പോൾ. അപ്പോൾ ഇത് ഇത്രയും പയറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമുക്കിന്ന് ഒരു മെഴുക്കുവരട്ടിക്കുള്ളതുണ്ട്. ഒത്തിരി അങ്ങ് നല്ല പാകമായതും അല്ല, എന്നാൽ പാകം ആവാത്തതും അല്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, വലിയ കേടുകൾ ഇതിനകത്ത് നോക്കിയാൽ അറിയാം, ഒരു കേടും തന്നെ ഇതിനെ ബാധിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പയറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.